പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എപ്സന്റെ ന്യൂ മോഡൽ ആൾ ഇൻ വൺ ഇങ്ക് ടാങ്ക് കളർ പ്രിന്ററായ എപ്സൺ L3560 എന്ന പ്രിന്ററിന്റെ ഡ്രൈവർ എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാമെന്നുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നേരെ വീഡിയോയിലോട്ട് പോകാം. ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അവിടെ ഗൂഗിളിൻ്റെ ഹോം പേജ് എടുത്തതിന് ശേഷം എപ്സൺ L3560 ഡ്രൈവർ എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. അപ്പോൾ തന്നെ നമുക്കിവിടെ കുറേ വെബ്സൈറ്റുകൾ കാണാൻ സാധിക്കും. അതിൽ ഫസ്റ്റ് തന്നെ epson.co.india വെബ്സൈറ്റ് കാണാം. അപ്പോൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു, ഓപ്പൺ ആയി വരും. പ്രത്യേകം ശ്രദ്ധിക്കുക, USB കേബിൾ നിങ്ങൾ ആൾറെഡി കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യണം. ഈ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അവസാന ഭാഗത്തുനിന്ന് സമയത്ത് കണക്ട് ചെയ്യാൻ പറയും. ആ സമയത്ത് മാത്രമേ കണക്ട് ചെയ്യാവൂ. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ചെറിയൊരു ലോഡിംഗ് ഉണ്ട്, ഒന്ന് വെയിറ്റ് ചെയ്യണം. ഓക്കെ, ഇനി ആദ്യം ചെയ്യാനുള്ള നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യണം. അധിക സിസ്റ്റത്തിന് ഡിഫോൾട്ടായിട്ട് അത് സെറ്റായി വരുന്നതാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോൾ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും, ഇവിടെ Windows 7 32 ബിറ്റ് എന്നാണ്. അത് തെറ്റാണ്. അപ്പോൾ നമ്മളവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേ വിൻഡോസിൻ്റെയും മാക്കിൻ്റെയും ലിനക്സിൻ്റെ ഒക്കെ വെർഷൻസ് കാണാൻ സാധിക്കും. അപ്പോൾ ഞാനിപ്പോൾ വിൻഡോസിലാണ് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ എൻ്റെത് Windows 10 64 ബിറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും, ആ പേരിൻ്റെ അവിടെ ബ്രാക്കറ്റിൽ ഡിറ്റക്റ്റഡ് എന്നാണ് കാണിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ അതേപോലെ നിങ്ങളുടെ ഏതാണോ കാണിക്കുന്നത് ബ്രാക്കറ്റിൽ, അപ്പോൾ അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഈ ഗോ എന്നുള്ളതൊന്ന് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഈ പേജ് ഒന്നുകൂടി റീലോഡായി വരും. അതിനുശേഷം താഴോട്ട് വരിക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡ്രൈവേഴ്സ് എന്നുള്ളൊരു ഓപ്ഷൻ. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി രണ്ട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഒന്ന് പ്രിൻ്റർ ഡ്രൈവറും അതിൻ്റെ താഴെ സ്കാനർ ഡ്രൈവറുമാണ്. നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തി തരുന്നത് പ്രിൻ്റർ ഡ്രൈവർ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് നേരെ റൈറ്റ് സൈഡിൽ കാണുന്ന ഡൗൺലോഡ് എന്നുള്ള ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് പേജിലോട്ട് വരും. ഇവിടെ അക്സെപ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യുന്നതോടെ നമുക്ക് ആവശ്യമുള്ള ഫയൽ ഡൗൺലോഡിങ് ആവുന്നതാണ്. നമ്മളവിടെ നേരത്തെ കണ്ട സ്കാനർ ഡ്രൈവർ ഉണ്ട്. അപ്പോൾ മസ്റ്റായിട്ട് പ്രിൻ്റർ ഡ്രൈവർ, ഈ കാണുന്ന ഈ പ്രിൻ്റർ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം മാത്രമേ സ്കാനർ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യാൻ പാടുള്ളൂ. എങ്കിൽ മാത്രമേ അത് ഡിറ്റക്റ്റ് ചെയ്യുകയുള്ളൂ. ഡൗൺലോഡ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഫയലിൻ്റെ അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇൻസ്റ്റാളേഷൻ ഫയൽ ഓപ്പൺ ആയി വരുന്നതാണ്. ഇവിടെ ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ലാംഗ്വേജാണ് ചോദിക്കുക, നിങ്ങളെ ലാംഗ്വേജ് ഏതാണോ അത് സെലക്ട് ചെയ്തുകൊണ്ട് ഇവിടെ ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ അഗ്രി കൊടുക്കുക, എങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. ഓക്കെ എന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ നെക്സ്റ്റ് പേജിലോട്ട് വന്നു. ഇപ്പോൾ ഇൻസ്റ്റാളിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻസ്റ്റാളിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കണക്ഷൻ മെത്തേഡ് ചോദിക്കും. കണ്ടില്ല, ഇവിടെ നെറ്റ്വർക്കിലാണോ USB-യിലാണോ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഞാനിപ്പോൾ വീഡിയോയിൽ USB കണക്ഷനാണ് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ ജസ്റ്റ് USB സെലക്ട് ചെയ്യുക. എന്നിട്ട് ഓക്കെ എന്നുള്ള ക്ലിക്ക് ചെയ്യുക. ഇതിന് ശേഷം മാത്രമേ നമ്മൾ USB കേബിൾ പ്രിൻ്ററും കമ്പ്യൂട്ടറും നമ്മൾ കണക്ട് ചെയ്യാൻ പാടുള്ളൂ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നെറ്റ്വർക്ക് കണക്ഷൻ എങ്ങനെ ചെയ്യുക എന്നുള്ളത് ഞാൻ മറ്റൊരു വീഡിയോയിലൂടെ പരിചയപ്പെടുത്തി തരാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തിയത് USB കണക്ഷനാണ്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന USB കണക്ഷൻ്റെ അവിടെ ജസ്റ്റ് USB കണക്ഷൻ എന്നുള്ള അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താണ്ട് ഓക്കെ എന്ന് കൊടുക്കുക. ഈ സമയത്ത് നിങ്ങൾ പ്രിൻ്ററും കമ്പ്യൂട്ടറും നമ്മൾ USB കേബിൾ കണക്ട് ചെയ്യുക. കണക്ട് ചെയ്ത ചെറിയൊരു ഇതേപോലെ ലോഡ് സെർച്ചിങ് കഴിഞ്ഞതിന് ശേഷം കണക്ഷൻ ഓക്കെ എന്നുള്ളൊരു മെസ്സേജ് വരുന്നതാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്ത പ്രോസസ്സെല്ലാം കംപ്ലീറ്റഡ് ആണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതല്ല എന്തെങ്കിലും എറർ കാര്യങ്ങൾ കുറേ നേരം സമയം പിടിക്കുകയാണെങ്കിൽ ജസ്റ്റ് സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക. യെസ്, ഇവിടെ കണ്ടില്ല, ഇതേപോലെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് ഓക്കെ എന്നുള്ളത്.
ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പ്രിൻ്റർ ഇൻസ്റ്റാളേഷൻ സക്സസ്ഫുള്ളി എന്നുള്ളൊരു മെസ്സേജ് വരും. അതോടുകൂടി നമ്മൾ ചെയ്ത ഏകദേശം വർക്കെല്ലാം കംപ്ലീറ്റ് ആവുന്നതാണ്. ഇത് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് കമ്പ്യൂട്ടറിൽ പ്രിൻറ്റ് പ്രോപ്പറായിട്ട് ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ഏതാണോ അതിൽ നിന്നും പ്രിൻ്റ് എല്ലാം കൊടുക്കാവുന്നതാണ്. അതിൽ കറക്റ്റ് സെറ്റിങ്സ് കാര്യങ്ങളെല്ലാം ഇതിൽ ഇൻക്ലൂഡായിട്ട് ഇൻസ്റ്റാൾ ആവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാളേഷൻ പ്രോസസ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ടെസ്റ്റ് പേജ് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്തൊരു ടെസ്റ്റ് പേജ് കൊടുക്കുകയാണ്. അപ്പോൾ അതിനാദ്യം കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ കാണുന്ന ഡിവൈസസ് ആൻഡ് പ്രിൻറ്റേഴ്സ് ഓപ്പൺ ചെയ്യുക. അതിൽ നിങ്ങൾക്ക് ഉണ്ടാവും ഇവിടെ നമ്മൾ പ്രിൻ്ററിൻ്റെ പേര് കാണിക്കുന്നുണ്ടാവും. നേരെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു, പ്രിൻ്റർ പ്രോപ്പർട്ടീസ് എടുക്കുക. അതിലുണ്ടാവും പ്രിൻറ്റ് ടെസ്റ്റ് പേജ് എന്നുള്ളത്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. അതോടുകൂടി ഒരു ടെസ്റ്റ് പേജ് കമാൻഡ് പ്രിൻ്ററിലേക്ക് വന്ന് പ്രിൻറ്റ് ചെയ്ത് വരുന്നത് കാണാൻ സാധിക്കും. എന്തെങ്കിലും ഇഷ്യൂ എറർ എന്തെങ്കിലും കാണിക്കാൻ ജസ്റ്റ് സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്താൽ മതി, പ്രോബ്ലം സോൾവ് ആവുന്നതാണ്. ഇവിടെ ടിക്ക് ചെയ്തുകൊണ്ട് ഡിക്ലൈൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ മെസ്സേജ് വരുന്നതല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്ത പ്രോസസ് എല്ലാം കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.